നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ തന്നെ കേന്ദ്രമന്ത്രി അമിത്ഷാ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് സംസ്ഥാനത്തെത്തും എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹം പാർട്ടിയുടെ പ്രകടന പത്രിക പുറത്തിറക്കും എന്നാണ് അറിയാൻ കഴിയുന്നതും. സന്ദർശനത്തിൽ പാർട്ടിയുടെ സങ്കല്പ് പത്രികയ്ക്ക് ഇന്നും നാളെയുമായി അമിത്ഷാ പാർട്ടി പ്രവർത്തകരെ കാണുകയും സംവദിക്കുകയും ചെയ്യും. ജമ്മു കാശ്മീർ തീവ്രവാദ കേന്ദ്രങ്ങളിൽ നിന്ന് വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയെന്ന് പറഞ്ഞ ഷാ പ്രദേശത്ത് സമാധാനത്തിന്റെയും വികസനത്തിന്റെയും ഒരു പുതിയ യുഗം കൊണ്ടുവരുന്നതിന് മോദി സർക്കാരിനെ പ്രശംസിച്ചു. മോദി സർക്കാരിന് കീഴിൽ സമാധാനത്തിന്റെയും വികസനത്തിന്റെയും പുതിയ യുഗത്തിന് ജമ്മു കാശ്മീരിൽ സാക്ഷ്യം വഹിക്കുന്നു. വിദ്യാഭ്യാസ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വർധനവോടെയാണ് ഈ പ്രദേശം ഒരു തീവ്രവാദ കേന്ദ്രത്തിൽ നിന്ന് ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടായി മാറിയതെന്നും അദ്ദേഹം എക്സിൽ പറഞ്ഞു. അതേസമയം ഇന്നലെ BJP ജമ്മു കാശ്മീർ അധ്യക്ഷൻ രവീന്ദർ റെയ്ന നൌഷേര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കേന്ദ്രഭരണ പ്രദേശത്തുടനീളം BJPയുടെ ശക്തമായ തരംഗമുണ്ട് എന്നും റെയ്ന പറഞ്ഞു. ജമ്മു കാശ്മീരിൽ 90 അസംബ്ലി മണ്ഡലങ്ങളുണ്ട്. 7 സീറ്റുകൾ പട്ടികജാതിക്കും 9 പട്ടികവർഗക്കാർക്കും സംവരണം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടീസ് 28 സീറ്റുകളും ഭാരതീയ ജനതാ പാർട്ടി ആകട്ടെ 25 സീറ്റുകളും ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് പാർട്ടി ആകട്ടെ 15 സീറ്റുകളും കോൺഗ്രസ് 10 സീറ്റുകളും നേടിയിരുന്നു. അതേസമയം തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസുമായി സഖ്യത്തിലാണിപ്പോൾ. ജമ്മു കാശ്മീരിൽ 3 ഘട്ടങ്ങളിലായി സെപ്റ്റംബർ 18, 25, ഒക്ടോബർ 1 തീയതികളിൽ വോട്ടെടുപ്പ് നടക്കും. ഫലം ഒക്ടോബർ 8 പ്രഖ്യാപിക്കും.